നമ്മുടെ വാഹനങ്ങളുടെ ടയറുകൾക്ക് അത്യാവശ്യ സമയത്ത് കാറ്റടിക്കാനും അതുപോലെ സൈക്കിളിൻ്റെ ടയറിനും പിന്നെ ബോൾ പോലെയുള്ള സാധനങ്ങൾക്കൊക്കെ കാറ്റടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ എയർ പമ്പാണിത്. ഈ എയർ പമ്പ് ഞാൻ ആമസോണിൽ നിന്ന് 229 രൂപയ്ക്കാണ് വാങ്ങിയത്. ഇത് വളരെ സൈസ് ചെറുതും അതുപോലെ വെയിറ്റും കുറവാണ്. ഇത് നമ്മുടെ നോർമൽ സൈക്കിൾ പമ്പൊക്കെ പോലെ കൈകൊണ്ട് കാറ്റടിക്കുന്ന ടൈപ്പല്ല, കാലുകൊണ്ട് അമർത്തി കാറ്റടിക്കുന്ന ടൈപ്പാണ്. നമ്മൾ വാങ്ങിയ എയർ പമ്പിൽ പ്രഷർ ഗേജ് ഉള്ളതുകൊണ്ട് തന്നെ ടയറിൻ്റെ ഉള്ളിലത്തെ പ്രഷർ എത്രയാണ് നമുക്ക് ഈ പ്രഷർ ഗേജിൽ നോക്കി മനസ്സിലാക്കാനും സാധിക്കും. പമ്പിൻ്റെ സൈസ് പോലെ ഇതിൻ്റെ എയർ വരുന്ന ട്യൂബിനൊക്കെ ആണെങ്കിലും അധികം നീളമൊന്നുമില്ല, കുറച്ച് നീളമുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബോളിനൊക്കെ കാറ്റടിക്കാൻ വേണ്ടിയുള്ള നീഡിലും കിട്ടുന്നുണ്ട്. ഈ എയർ പമ്പിന് റേറ്റ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ കുറേ നാൾ ഉപയോഗിക്കാം. അപ്പോൾ ഈ പമ്പ് ഉപയോഗിച്ച് നമുക്ക് സൈക്കിളിൻ്റെ കാറ്റടിച്ച് നോക്കാം. ഇപ്പോൾ ടയറിൽ ഒട്ടും കാറ്റില്ല. ഈ പമ്പും നമ്മുടെ നോർമൽ സൈക്കിൾ പമ്പ് പോലെയാണ് ടയറിൻ്റെ വാൽവിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. നമ്മൾ ഈ പമ്പ് കാലുകൊണ്ട് ചവിട്ടി ഉപയോഗിക്കുമ്പോൾ ഇളകി പോകാതിരിക്കാൻ വേണ്ടി താഴെ ഒരു ചെറിയ സപ്പോർട്ട് റോഡുണ്ട്, അതിൽ ഒരു കാലുകൊണ്ട് ചവിട്ടണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ അധിക ബലമൊന്നുമില്ല, ചെറുതായിട്ട് ചവിട്ടിയാൽ മതി, താന്നു നോക്കോളും. നമ്മുടെ ഈ എയർ പമ്പിന് സൈസ് തീരെ ചെറുതായതുകൊണ്ട് തന്നെ ടയറിലേക്ക് കാറ്റ് ഫുൾ അടിക്കാനാണെങ്കിൽ കുറച്ചധികം സമയം ഇതുപോലെ ചവിട്ടേണ്ടി വരും. നമ്മൾ ഈ പമ്പ് കൊണ്ട് കാറ്റടിക്കുമ്പോൾ കാലുകൊണ്ട് ചവിട്ടി മടുത്താൽ അതേ ഇതുപോലെ കൈകൊണ്ട് താത്തിയാലും മതി. ഞാനിപ്പോൾ ഈ പമ്പിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ ടയറിലേക്ക് 40 PSI ആണ് കാറ്റടിച്ചത്. ഈ പമ്പിനടിച്ചാലും അത്യാവശ്യം കാറ്റ് കയറുമെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഈ പമ്പിലെ പ്രഷർ ഗേജിലെ റീഡിങ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ നോർമൽ ടയർ പ്രഷർ ഗേജ് വെച്ചൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും ഏതാണ്ട് സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ എയർ പമ്പ് ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളിങ്ങനെ കാലുകൊണ്ട് ചവിട്ടുന്ന ടൈമിൽ തെന്നിപ്പോയി കഴിഞ്ഞാൽ അടിയിലുള്ള സപ്പോർട്ടിൻ റോഡ് ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിങ്ങനെ ഊരിപ്പോയാലും അവിടെയുള്ള ഹോളിലേക്ക് ഇതുപോലെ കയറ്റി വെച്ചാൽ മതി. പിന്നെ ഇത്രയും റേറ്റ് കുറവായ പമ്പായതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, എന്നാലും കുറച്ച് നമ്മൾ നോക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഉപയോഗിക്കാം. അപ്പോൾ ഈ എയർ പമ്പ് വാങ്ങാൻ വേണ്ടിയുള്ള ലിങ്ക് ഞാൻ സ്ക്രീനിൽ ടാഗ് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.